എല്ലാവർക്കും നമസ്കാരം. യോഗയും ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ചക്രാസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ചിലരതിനെ ഷഡ്ചക്രാസ് എന്ന് പറയും, ചിലരതിനെ സപ്തചക്രാസ് എന്ന് പറയും. അങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള ഈ ചക്രങ്ങളെ പറ്റി നമുക്ക് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ രേഖപ്പെടുത്താൻ പോലും സാധിക്കാത്ത അത്രയും പുരാതനമായ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഇങ്ങനെയുള്ള ഒരു ചക്രങ്ങളെ പറ്റി നമ്മുടെ മുനിവര്യന്മാരൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഋഷിമാരുടെ ഇത്തരം നല്ല അത്രയും സിദ്ധിയോടുകൂടിയുള്ള ഈ ഒരു ശാസ്ത്രം നമ്മൾക്ക് ഒരിക്കലും മൺമറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇന്ന് എല്ലാത്തിനും നമുക്കൊരു സയന്റിഫിക് പ്രൂഫ് വേണം, അല്ലെ? എങ്ങനെയാ ഇത് ഇമ്പാക്ട് ചെയ്യുന്നത്? നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ചക്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ചക്രം ഒന്ന് അനാട്ടമിയിൽ ഒന്ന് ഡെഡ് ബോഡി ഡിസെക്ഷൻ ചെയ്തൊന്ന് കാണിച്ചു തരൂ, അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ ഒന്ന് കാണിച്ചു തരൂ എന്ന് ആളുകൾ ചോദിക്കും, അല്ലെ? അപ്പോ എന്താ ചക്രാസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് നമുക്ക് നല്ലൊരു സയന്റിഫിക് പ്രൂഫ് തന്നെ നമുക്കിതിന് അത്യാവശ്യമാണ്. അപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാ നമുക്ക് ഈ ചക്രാസിനെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുമായിട്ട് നമുക്കിതിനെ ബന്ധിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ചക്രങ്ങളെ പറ്റി മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിന് മുൻപ് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു ബേസിക് വീഡിയോ ഞാൻ ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ അറ്റാച്ച് ചെയ്ത് വിടാം. അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി അതിന്റെ അടുത്ത ഒരു സെക്ഷൻ പാർട്ട് 2 എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചക്രാസിനെ പറ്റി കുറച്ചുകൂടെ കൂടുതലായിട്ട് അറിയാം. അപ്പൊ നമ്മുടെ ശരീരത്തില് ഉള്ള ഈ ചക്രങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ചക്രങ്ങൾ എന്ന് പറയുന്നത് ഒരു എനർജി പോയിന്റുകളാണ്. ഏറ്റവും കൂടുതലായിട്ടുള്ള ഊർജം അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എനർജി ഇരിക്കുന്ന ആ ഒരു പോയിന്റുകളെ അതൊരു തരം നെർവ് പ്ലെക്സസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അന്തസ്രാവി ഗ്രന്ഥികൾ എന്ന് പറയും. അതായത് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്താ ചെയ്യുന്നത്? ഡയറക്ട്ലി നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിച്ച് വിടുന്നവരാണ്, അല്ലെങ്കിൽ നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നവരാണ് അന്തസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പവർ നമ്മുടെ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകളിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനുണ്ട്. നമ്മൾ സാധാരണ പറയില്ല, ആ ഹോർമോൺസിന്റെ വ്യതിയാനം കൊണ്ടാണ് പലർക്കും മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റാത്തത് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഹോർമോൺസ് എന്ന് നമുക്കറിയാം. അപ്പോ ആ ഹോർമോൺസിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ആ ഹോർമോൺസിന്റെ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ ഒരു മനുഷ്യന് ഊർജ്ജസ്വലനായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോ നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യാം? ഓരോ ചക്രാസിലും ഉപയോഗിച്ചു വരുന്ന പ്രധാനപ്പെട്ട യോഗ പോസ്റ്റേഴ്സ് ഏതാണെന്ന് നോക്കാം. ഒരുപാട് യോഗ പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാത്തിൽ നിന്നും ഒരു ബെസ്റ്റ് 3 എന്നുള്ള നിലയ്ക്ക് എല്ലാത്തിലും ഒരു 3 ആസനാസ് വെച്ച് ഞാൻ പറയാം. ആ ആസനാസ് കൊണ്ട് നമുക്കിതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട്, ഈ ചക്രാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ചക്രാസ് എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ചക്രാസ് എന്ന് പറഞ്ഞാൽ ഒരു വേൾപൂൾ എന്നുള്ള ഒരു അർത്ഥമൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു കറങ്ങുന്ന ഒരു വീല്, സ്പിന്നിങ് വീൽ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഒരു ചുഴി പോലെ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്ക് അതിനെപ്പറ്റി വിചാരിക്കാം. ഒരു ചുഴി പോലെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഊർജ്ജപ്രവാഹമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു ഊർജ്ജപ്രവാഹം നമ്മുടെ ശരീരത്തിലെ സ്പൈനിന്റെ ആ ഒരു സുഷുമ്നാ നാഡിയുടെ ഉടനീളം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഫ്ലോയാണ് ശരിക്കും പറഞ്ഞാൽ ചക്രാസിലൂടെ നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഈ ചക്രാസ്, സപ്ത ചക്രാസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും താഴെയായിട്ട് മൂലാധാര ചക്രം, അതിന് മുകളിലായിട്ട് സ്വാധിഷ്ഠാന ചക്രം, അതിനല്പം മുകളിലായിട്ട് മണിപ്പൂര ചക്രം, അതിനല്പം മുകളിലായിട്ട് അനാഹത ചക്രം അല്ലെങ്കിൽ അനാഹത ചക്രം എന്ന് പറയാറുണ്ട്. അതിനും അല്പം മുകളിലായിട്ട് വിശുദ്ധി ചക്രം, പിന്നെ പുരികങ്ങളുടെ നടുവിലായിട്ട് ആജ്ഞാചക്രം, നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഓറയിൽ ശിരസിനല്പം മുകളിലായിട്ട് സഹസ്രാര ചക്രം. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ കണക്കാക്കുന്ന 7 അല്ലെങ്കിൽ സപ്ത ചക്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചക്രങ്ങളെ ഓരോന്നായി നമുക്ക് ഓരോ ദിവസങ്ങളിൽ മനസ്സിലാക്കാം. അതിനുവേണ്ടി തുടർന്ന് കാണുക. താങ്ക് യു.